ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീരാഗിന്റെ അടുത്താണ്. ശ്രീരാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ SR ക്രിയേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ SR ക്രിയേഷൻസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേജ് ഡിസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ബസ്സിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ഒരു SR ക്രിയേഷൻസിനെ പറ്റി അറിയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടി. ഞാനൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലാണ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. പിന്നെ അവരെ കാണാൻ മീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ പ്രതീക്ഷ ഒന്നുമല്ല സംഭവിച്ചത്. ഞാൻ ആകെ ഞെട്ടിയിട്ടാണുള്ളത്. കാരണം അത്രയും ചെറിയ ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവർ രണ്ടുപേരാണ് ഈ SR ക്രിയേഷൻസിന്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണം പറയാൻ. ഇവരുടെ പേര് ശ്രീരാഗ്, സുധിൻ. ഇവർ രണ്ടുപേരാണ് ഈ ഒരു SR ക്രിയേഷൻസ് റൺ ചെയ്യുന്നതും എല്ലാ വർക്കും ചെയ്യുന്നതും ഇവരാണ്. അപ്പൊ ഇവരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു SR, ഞാൻ കുറെ വണ്ടികളുടെ റിവ്യൂ SR ക്രിയേഷൻസ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വരുമ്പോൾ കംപ്ലീറ്റ് ഞെട്ടിയിട്ടുള്ള കാരണം ഞാൻ ഒരു വലിയൊരു ഗ്യാരേജും കുറെ ആൾക്കാരൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആ ഒരു വർക്കിന്റെ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ ഞെട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മള് ശരിക്കും പറഞ്ഞാല് കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് വണ്ടികളൊക്കെ ഓട്ടായി വരുന്ന സമയത്ത് എന്റെ തന്നെ ഏട്ടന്റെ വണ്ടിയായിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞ വണ്ടിയിലാണ് ചെറിയ രീതിയിലുള്ള നിയോൺ വർക്കും അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതിൽ നമ്മള് വർക്ക് ചെയ്തിട്ട് കൂടുതൽ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് സാധനങ്ങള് അത് ചെയ്തു വന്നു. നമ്മൾ വയനാട്ടിലെ ആദ്യത്തെ നെയിം ബോർഡ് കൊണ്ടുവന്നത് നമ്മളാണ്. പിക്സൽ ഫ്ലാഷർ നെയിം ബോർഡ് വയനാട്ടില് ഫസ്റ്റ് വണ്ടി ഇത് ചിന്നൂസ് എന്ന് പറഞ്ഞ വണ്ടി ഏട്ടന്റെ വണ്ടിയിലാണ്. നമ്മളിപ്പോ നിൽക്കുന്ന വണ്ടി ഇവര് മൊത്തം വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇതിന്റെ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ ലൈറ്റ് വർക്കെല്ലാം കാണാം. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞോളൂ. അന്ന് നെയിം ബോർഡ് നമുക്ക് വയനാട്ടിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇതിലാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് വണ്ടിയിൽ ചെയ്തു. അതേപോലെ തന്നെ ബൗൺസിംഗ് ബോളൊക്കെ പ്രോഗ്രാം ചെയ്ത് അതിന്റെ സ്വന്തം പ്രോഗ്രാമിങ്. നിങ്ങൾ തമ്മിലുള്ള പരിചയം ഫ്രണ്ട്സ് ആണ്? ഇത് എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാണ്. നിങ്ങൾ പഠിക്കുന്നതാണോ? PGക്ക് പഠിക്കുന്നതാണ് രണ്ടുപേരും. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വയനാട്ടില് നല്ല ഫേമസ് ആണ് SR ക്രിയേഷൻസ്. കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര പെർഫെക്ഷന്റെ ഒരു പേരാണ്. അപ്പൊ ഇനി ഇവിടെ വയനാട്ടില് ഏതൊക്കെ വണ്ടികൾ ചെയ്തിട്ടുള്ളത്? വയനാട്ടിൽ അത്യാവശ്യം എല്ലാ വണ്ടികളും ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ചെയ്ത വണ്ടിക്കൊക്കെ ഒരു ബാഡ്ജിങ് പോലെ നമ്മളെ ലോഗോയും വെക്കാറുണ്ട്. ആദ്യമൊക്കെ നമ്മള് വർക്ക് കഴിഞ്ഞപാട് ഓട്ടിക്കെങ്കിൽ ഇപ്പൊ ആൾക്കാർ ചോദിച്ചു വാങ്ങി ഓട്ടിക്കുന്ന രീതിയിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോളേജ് ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഇതിന്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചതിന്റെ. കമ്പ്യൂട്ടർ സയൻസ് MC ആണ് പഠിച്ചത്. നീലഗിരി കോളേജിലായിരുന്നു. അപ്പോ ഇവ എന്റെ ഫ്രണ്ടാണ് അവിടെ റോബോട്ടിക്സ് കോളേജിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ റോബോട്ടിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ നമ്മൾ ലൈറ്റിന്റെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ ബൗൺസിംഗ് ബോള്, പിന്നെ ചേസറുകള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് സെയിലും ഉണ്ട്. നമ്മള് ബസ്സിന്റെ ഷോപ്പിലേക്ക്, റീറ്റെയിൽ ഷോപ്പിലേക്ക് ഹോൾസെയിൽ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് വർക്ക്. ചിന്നൂസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. ഇവരുടെ തന്നെ ഏട്ടന്റെ വണ്ടിയാണ്. ഒരാൾ അവിടെ സ്വിച്ചസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവരോട് ഇതിന്റെ ലൈറ്റ്സിന്റെ കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളൂ. ഇതിപ്പോ നമ്മളൊരു മിനിമൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്ഡേഷൻ വരാനുള്ളതാണ്. ഇനി അപ്ഡേഷൻ വരുന്നുണ്ട്. ഇനി അപ്ഡേഷൻ ഉണ്ട്. ഓട്ടം കുറഞ്ഞുകൊണ്ട് നിന്നാണ്. ഇതില് നമ്മള് നിയോണിന്റെ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. UV പ്രിന്റഡ് ആണ് ബോർഡ് വരുന്നത്. പിന്നെ അതിൽ തന്നെ ലോട്ട് ലേസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഇത് കളർ ചേഞ്ച് ആവും അല്ലെങ്കിൽ സിംഗിൾ കളർ? ഇല്ല, ഇത് സിംഗിൾ കളർ. നമ്മളെ വണ്ടീന്റെ ഒരു റെഡ് ആംബിയൻസ് വെച്ചിട്ട് അതിലേക്ക് സെറ്റ് ചെയ്താണ്. ഇതാണ് ഡോട്ട് പിക്സൽ അല്ലെ? ഡോട്ട് പിക്സൽ ഡോട്ട് ലേസർ. ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ഡോട്ട് ലേസർ പോലെ കൊടുത്താണ്. സ്മോക്ക് പറഞ്ഞ അതിന്റെ സ്മോക്കും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളി എഫക്റ്റ് ആയിരിക്കും. കാണിക്കാം. പിന്നെ ഇവിടെ പഞ്ച് ബോക്സിൽ നമ്മൾ സാധാ പിക്സൽ മാറ്റിയിട്ട് നിയോൺ പിക്സലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആംബിയൻസ് അനുസരിച്ച് ഫോണിൽ നമുക്ക് അതിന്റെ കളറും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും തീമില്. പിന്നെ അതിന്റെ ഡിസൈൻസുകൾ, പാറ്റേൺസും ചേഞ്ച് ചെയ്യാൻ പറ്റും. റെയിൻബോ കളർ ആണെങ്കിൽ അത് റെഡ്, അങ്ങനെയല്ല പഞ്ച് ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വണ്ടീന്റെ ഒരു സൈഡ് പാനൽ ചെയ്തിട്ടുണ്ട്. സൈഡ് പാനലും ഇതേപോലെ ബോർഡ് അടിച്ച് ചെയ്താണ്. സാധാ ചാനൽ കൊടുത്ത് പിക്സൽ ചെയ്യുന്നതിന് പകരം ബോർഡ് അടിച്ച് ചെയ്താണ്. അതിൽ തന്നെ വണ്ടീന്റെ ഒരു ലോഗോ, പിന്നെ അക്രലിക് ഫിനിഷിങ്ങിലാണ് എല്ലാം വരുന്നത്. അത് RGB ആണ്. അതും നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ ആക്കാം. പിന്നെ ഡിസൈൻസ്, സൗണ്ട് മോഡ് ഉണ്ട്. വോയിസിനനുസരിച്ച് മാറും. മൈക്ക് നമ്മളെ ഫ്രണ്ടിലാണ്.
അത് വണ്ടീന്റെ സൗണ്ടിനനുസരിച്ച് ഇപ്പൊ നമ്മൾ പറയുന്ന സൗണ്ടിനാണ് അത് ബ്ലിങ്ക് ചെയ്യുന്നത്. മുന്നിൽ വെച്ചിട്ടും കൂടെ കിട്ടുന്നുണ്ട്. കിട്ടും. സെൻസിറ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് സൗണ്ടിന്റെ. പിന്നെ ഇതിൽ തന്നെ ഫ്ലാഷർ കൊടുത്തിട്ടുണ്ട്. കളറാണോ? രണ്ട് ഡുവൽ കളറാണ്, റെഡും വൈറ്റും. ഇതിന്റെ സൗണ്ട് സിസ്റ്റം വന്നിട്ട് വർമാസിന്റെ സൗണ്ട് സിസ്റ്റം, വർമാസിന്റെ ലേറ്റസ്റ്റ് സൗണ്ട് സിസ്റ്റം. പിന്നെ ഫ്ലോർ ചെയ്തിട്ടുണ്ട് റെഡ്. ഫ്ലോറിൽ നമ്മള് റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കളർ ചേഞ്ച് ചെയ്യണോ? സിംഗിൾ അല്ല, അത് സിംഗിളാ. വണ്ടി മൊത്തത്തിൽ റെഡ് തീം ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് ചെയ്തതാണ്. സീറ്റ് കവറൊക്കെ റെഡിൽ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. സെപ്പറേറ്റ് ചെയ്തത് മർമാസ് ചെയ്തിട്ടുള്ളത്. ഈ ലൈറ്റ്സിന്റെ വർക്കും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇതിലും പിക്സലും കളറും ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ പറ്റും. നല്ല നീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, നല്ല നീറ്റ് ആണ്. പിന്നെ ഇവരുടെ വർക്കിന്റെ കാര്യത്തില് ഒരു പെർഫെക്ഷൻ കാര്യത്തിലാണ് ഇവരിപ്പോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. ഇനി നമുക്ക് അറിയാനുള്ള കാര്യം, നിങ്ങളിപ്പോ ഒരു വണ്ടീന്റെ ആള് വന്നു കഴിഞ്ഞാൽ അവർ ലൈറ്റിന്റെ വർക്കുകൾ പറയുകയാണെങ്കിൽ എങ്ങനെയുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയേണ്ടത്. ഇതേ പെർഫെക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്ത് കൊടുക്കുന്ന വർക്ക് എന്ന് വെച്ചാല് ഡുവൽ ടോൺ ടോപ്പ് ലൈറ്റ് തന്നെ ഡുവൽ 2 കളർ ടോപ്പ് ലൈറ്റ് വരുന്നത്. പുറത്തുള്ള ടോപ്പ് ലൈറ്റ്, റണ്ണിങ് ടോപ്പ് ലൈറ്റ്. അത് സാധാരണ കണ്ടുവരുന്നത് റണ്ണിങ് മാത്രമാണ്. നമ്മൾ ചെയ്യുന്നതിൽ സ്റ്റില്ലടക്കം വരുന്നുണ്ട്. റണ്ണിങ് ടൈമിൽ സ്റ്റില്ലാക്കി നിർത്താനും പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് ഏത് മോഡിലേക്ക് ആക്കാൻ പറ്റും. പ്രോഗ്രാം അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. നമുക്ക് ഇവിടുന്ന് തന്നെ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ പാകത്തിനാണ്. സ്വിച്ചിൽ തന്നെയാണ് അതിന്റെ സെറ്റിംഗ്സ് വരുന്നത്. പിന്നെ അതിന്റെ തന്നെ പിക്സൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ലൈറ്റ് പിക്സൽ ഉണ്ട്, പിക്സലിലേക്കും ചെയ്യാൻ പറ്റും. പിന്നെ ബൗൺസിംഗ് ബോൾ ഒരു പുതിയ മോഡൽ വരുന്നത്. ബൗൺസിംഗ് ബോൾ നമുക്ക് ലെറ്റേഴ്സ്, വണ്ടിന്റെ പേരും കാര്യങ്ങളൊക്കെ റണ്ണിങ് ചെയ്യുന്നത് മുഖത്തിൽ നമ്മൾ ചെയ്യും. മൊബൈലിൽ 2 വണ്ടി നമ്മളാണ്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഈ ഡോട്ട് പിക്സലില്ലേ, അതില് കളർ ചേഞ്ച് വരുന്നു. ഡോട്ട് ലൈസിൽ കളർ ചേഞ്ച് വരുന്നുണ്ട്. അതായത് നമുക്ക് റെഡും ബ്ലൂ ആണ് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടും സാധനം കിട്ടാത്തതുകൊണ്ടും പൊതുവെ കസ്റ്റമേഴ്സ് അങ്ങനെ എടുക്കില്ല. ഒന്നിന് തന്നെ ഏകദേശം 250 രൂപ അടുത്ത് വരുന്നുണ്ട്. ഒന്നിന്. അപ്പൊ അത്രയും ബഡ്ജറ്റ് ഇതുവരെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ റെഡി. ഓൾമോസ്റ്റ് വയനാട്ടിലുള്ള എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതിന്റെ വർക്ക് അനുസരിച്ചിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു ഫുൾ വർക്ക് ചെയ്ത് വിട്ട വണ്ടി 15 ദിവസത്തിനുള്ളിലാണ് ചെയ്തത്. 15 ദിവസം കൊണ്ട് ഒരു ഫുൾ വർക്ക് ചെയ്തു. അതിപ്പോ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. ഒരാഴ്ച ഓൾമോസ്റ്റ് കഴിഞ്ഞു. ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് വർക്കും കൂടി ആവും. അതുകൂടി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ രാത്രിയാണോ വർക്ക് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാ? രാത്രി നമുക്ക് എല്ലാ സമയത്തും എടുക്കും. രാത്രിയാണെങ്കിൽ രാത്രി. ഇപ്പൊ എമർജൻസിക്ക് ചിലര് രാത്രി വന്നിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ രാത്രിക്ക് വന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും എടുത്ത് പോകുന്നവര്. അപ്പൊ എന്നാലും നിങ്ങൾക്ക് വെളിച്ചത്തിന് വെളിച്ചം കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബോർഡ് വർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പുറത്തുനിന്ന് നേരത്തെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ട് വർക്ക് ചെയ്ത് അത് ഡോട്ട് ലേസർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഹണിബേർഡ് നിങ്ങൾ ഹണിബേർഡൊക്കെ നമ്മൾ ലൈനിൽ പോയി ചെയ്ത് കൊടുക്കാം. അവിടെ ഷെഡിൽ പോയി അവിടെ നിന്ന് ചെയ്തു. ഇവിടെ ഇപ്പൊ കണ്ണൂർ ടീം വിളിച്ച് അവിടെ പോയി പിന്നെ അതിന് നമ്മൾ 100% സർവീസും കൊടുക്കുന്നുണ്ട്. സർവീസ് കൊടുക്കുന്നു. സർവീസ് നമ്മളിപ്പോ ലൈനിലാണെങ്കിൽ ലൈനിൽ തന്നെ പോയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നു. ഇതുവരെ ഇപ്പൊ ഓൾമോസ്റ്റ് 3-4 വർഷമായി തുടങ്ങി. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ഒരു വയനാട്ടിൽ അത്യാവശ്യം 10-30 വണ്ടികളിൽ ഇപ്പൊ കൂടുതലും ട്രാവലറുകൾ വരുന്നുണ്ട്. ട്രാവലറിൽ ഇതേപോലെ തന്നെ ബോർഡ് വർക്ക് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള കൈലാസം എന്ന് പറഞ്ഞ വണ്ടിയിൽ ബോർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ അടുത്ത് ലേറ്റസ്റ്റ് പോയത്. ട്രാവലറിലേക്ക് അധികം വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ട്രാവലറും കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്റ്റഡീസ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PG ഡിസ്റ്റൻസിലാണ്. അപ്പൊ അതിന് എന്താ പറയാ, എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അതിലേക്ക് പോകും. ബാക്കിയുള്ള ടൈം നമുക്ക് ഇതിനായിട്ട് പഠനത്തിന്റെ കൂടെ തന്നെയാണ് ഒരു പാഷന്റെ വർക്ക് തുടങ്ങിയ പാഷന്റെ വർക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ പിക്സലിനൊക്കെ വോയിസിന്റെ കൺട്രോൾസും ഉണ്ട്. നമ്മൾ ഇതിന്റെ ഒരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് വെച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചാൽ അതിന്റെ കൂടെ ഇപ്പൊ സ്മോക്കും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഡോട്ടിന്റെ ഒക്കെ സ്മോക്ക് വരുമ്പോൾ ഡോട്ടിന്റെ ഒക്കെ എഫക്ട് വേറെ തന്നെയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിനിപ്പോ അതൊന്ന് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് സെലക്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്തതിനു ശേഷം അതും കൂടി ഒന്ന് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ വണ്ടീനെയും ചെയ്യുമ്പോൾ ഒരു സൗണ്ട് എഫക്ട് എന്തായാലും കേൾക്കാറുണ്ട്. അതിന്റെ കൂടെ ഇവരുടെ ലൈറ്റിന്റെ വർക്കിന്റെ എഫക്റ്റും കൂടി നമുക്കൊന്ന് കാണാം.
സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സാധാരണ ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ടിവിന്റെ കൺട്രോൾസ് വരുന്നത്. ടി വി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് DVD ആയിട്ടാണ്. 2 TV DVD എന്നായിരുന്നു വരല്. അപ്പൊ ഇപ്പൊ പുതിയ മോഡലില് നമ്മള് 2 TVയും ആൻഡ്രോയിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അത് HDMI വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിപ്പോ ആൻഡ്രോയിഡിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാ ടിവിനെ നമ്മൾ ആൻഡ്രോയിഡിലേക്ക് മാറ്റി, ബോക്സ് വെച്ചിട്ട് ആൻഡ്രോയിഡിലേക്ക് മാറ്റി. അതിപ്പോ നമ്മൾ ഇപ്പൊ നോർമൽ 2 TVയും ആൻഡ്രോയിഡ് ആവണമെന്നില്ല. ജസ്റ്റ് ഫ്രണ്ട് TV ആൻഡ്രോയിഡ്, ബാക്ക് TV സാധയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 2 നമ്മള് ആൻഡ്രോയിഡിലേക്ക് മാറിയിട്ട് പിന്നെ നമ്മൾ AV കോഡ് വഴി യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറവ്. അപ്പൊ നമ്മൾ HDMI യൂസ് ചെയ്തിട്ടാണ് രണ്ടിലും ഒരേപോലത്തെ 4K വിഷ്വൽ. തൈക്കൂടത്തില് ഇത് DVD-ലായിരുന്നു. അത് നമ്മളോടിപ്പോ പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് ഡ്രൈവേഴ്സിന് കൂടുതലും അതാ എളുപ്പം. നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ പെൻഡ്രൈവ് ഇട്ടിട്ടാണ് പടം ഇടില്ല. അപ്പൊ DVD-ന്ന് പെൻഡ്രൈവ് എടുത്ത് ഡിസ്ക് എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടും എല്ലാവർക്കും യൂസ് ചെയ്യുന്ന എളുപ്പം ഇതിങ്ങനെയാണ്. ഇത് 2 സ്ക്രീനിൽ ഒരേ വിഷ്വൽസ് ആണ് വരുന്നത്. പിന്നെ പെൻഡ്രൈവ് മാത്രമല്ല, നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് എല്ലാം ഡയറക്റ്റ് കിട്ടും. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. DVD യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിനിമ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇതില് നമുക്ക് യൂട്യൂബ് സാധനമൊക്കെ എല്ലാം സാധാരണ ആൻഡ്രോയിഡ് TV ഉപയോഗിക്കുന്ന പോലെ കംപ്ലീറ്റ് നമുക്ക് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് ഇവരുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം. ഇതിന്റെ ഉള്ളിൽ വർക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാൽ ജസ്റ്റ് ചോദിച്ചിട്ട് നോക്കാം. ഇവിടെയൊക്കെ ഇത് അയച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ട് പുതുതായിട്ട് ചെയ്ത വർക്കുകൾ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇതിലിപ്പോ നമ്മള് സൈഡ് പാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോട്ട് ലേസർ, പിന്നെ ഇത് മാറിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് മാറ്റം, ഡിസൈന് ചെറിയ മാറ്റുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പിക്സല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിക്സൽ പിന്നെ ടോപ്പ് പിക്സൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പീക്കർ ബോക്സ് പുതിയ മോഡൽ ചെയ്തതാണ്. പ്രിന്റഡ് ക്ലിയർ അടിച്ചിട്ട് അക്രലിക്കില് ആ ഒരു ബാഡ്ജിങ് വണ്ടിന്റെ കടുവ എന്നുള്ള തീമിൽ ചെയ്തതാണ്. പിന്നെ സ്റ്റീലും കാര്യങ്ങളും പിക്സലിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റ് പിടിച്ചതാണ്. നമ്മള് സ്റ്റീല് മാറാണ്ട് തന്നെ അതിലേക്ക് ഡോട്ട് ലേസർ കൊടുത്തു. ഇത് നിങ്ങളുടെ ഇൻവെൻഷൻ. അത് ഉണക്കാൻ പറ്റുമോ? അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് കഴിഞ്ഞിട്ട്. പിന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും പിക്സൽ ചെയ്തിട്ടുണ്ട്. ഇത് പിക്സൽ ആവുന്നില്ല, പിക്സൽ ആവുന്നില്ല. ഫോണിൽ കണക്ട് ചെയ്തിട്ട്. പിന്നെ പഞ്ച് ബോക്സും കാര്യങ്ങളും മാറാനുള്ളതാണ്. പഞ്ച് ബോക്സ് മാറുവാണ്. ഇപ്പൊ അത് അടിക്കാൻ കൊടുത്തിട്ടുള്ളൂ, വർക്കിലായതുകൊണ്ട് മാറാനുള്ളതാണ്. പിന്നെ ബേക്കിൽ അവരൊരു വണ്ടിന്റെ നെയിം ബോർഡ് ഗ്രാഫിക്സിൽ ചെയ്തു. ഇതിന്റെ കൺട്രോൾസ് ഒക്കെ ഇത് നമ്മളെ ഡോട്ട് ലേസറിന്റെ സെക്ഷൻ അതിലെ വയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മള് സ്ലീവ് ഇട്ട് പക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നെയിം ബോർഡ് ഇനി ഈ പഞ്ച് ബോക്സ് എല്ലാം മാറി പുതിയ ഈ തീമൊക്കെ മാറുന്നുണ്ട്. ഇത് മൊത്തം പുതിയ മോഡലിലേക്കുള്ളതാവും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ. ഇതൊന്ന് ഓണാക്കിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു SR ക്രിയേഷൻസിന്റെ കാര്യങ്ങളുള്ളത്. നിങ്ങൾക്ക് എന്താ ആവശ്യത്തിന് ഇവരെ വിളിക്കാം, ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.